നമസ്കാരം. തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പങ്കെടുത്ത മഹിളാ സംഗമത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു ജനസാഗരമായിരുന്നു എന്നുള്ളതും പറയേണ്ടതില്ല. മലയാളത്തിൻ്റെ പ്രിയതാരങ്ങളായിട്ടുള്ള ശോഭനയും കൂടാതെ പെൻഷൻ ലഭിക്കാത്തതിൽ സർക്കാരിനെതിരെ വളരെ ശക്തമായി സമരം ചെയ്ത മറിയക്കുട്ടി അമ്മയും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണിയും കൂടാതെ കായിക താരവും എം പിയുമായിട്ടുള്ള PT ഉഷയും അങ്ങനെ നിരവധി പേർ പങ്കെടുത്ത മഹിളാ സംഗമമായിരുന്നു അവിടെ നടന്നത്. അതിലിങ്ങനെ നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്തു. ആ പങ്കെടുക്കപ്പെട്ടവർക്കെതിരെയൊക്കെ പലതരത്തിലുള്ള വിചാരണകൾ നടത്തുന്നുണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ കമ്മിക്കൂട്ടങ്ങൾ, അന്തം കമ്മികൾ. അവരോടൊപ്പം നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രസ്ഥാന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവർ ചെയ്യുന്ന പരിപാടികളിൽ പങ്കെടുക്കുകയും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരൊക്കെയും സഖാക്കളാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ശരിയാണ്. അവർ സഖാവാകേണ്ട ആവശ്യമുണ്ടോ? ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ ശോഭന എന്ന് പറയപ്പെടുന്നത് പൊതുസ്വത്താണ്. പൊതുസ്വത്താണെങ്കിൽ എന്തിനാണ് ഈ അന്തം കമ്മികൾ നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്ത ശോഭനയ്ക്കെതിരെ ഇങ്ങനെ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്? അതായത് അതിനകത്ത് ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് മാത്രമല്ല, അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു സ്ഥാനം അതിങ്ങനെയാണ് പറയുന്നത്. ശ്രീ നരേന്ദ്രമോദിയുടെ പരിപാടിക്ക് ശേഷം ഞാൻ വീണ്ടും മണിച്ചിത്രത്താഴ് എന്നൊരു സിനിമ കണ്ടു. അതൊന്നുകൂടി കണ്ടു. ശരിക്കും ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു പഠം. മോഹൻലാൽ മുഖം കൊണ്ട് കാണിക്കുന്ന ഗോഷ്ഠിയൊക്കെ വല്ലാതെ ക്രിഞ്ചടിച്ചു. പപ്പുവിൻ്റെ മാനസിക രോഗത്തെ കളിയാക്കുന്ന സീനൊക്കെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. സുരേഷ് ഗോപിയുടെ മുഖത്ത് ഒരു ഭാവവുമില്ല. എന്തിനാണ് അയാളെ ആ റോളിൽ കാസ്റ്റ് ചെയ്തത് എന്ന് തോന്നിപ്പോകും വിധം നിർജീവമായ അഭിനയം. ഏറ്റവും വെറുപ്പിച്ചത് ശോഭനയാണ്. അവർ എന്തിനാണ് ഇങ്ങനെ മുഖം വക്രിച്ച് എന്തൊക്കെയോ കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഡബ്ബിങ്ങിൻ്റെ ബലത്തിൽ മാത്രം രക്ഷപ്പെട്ടു പോയി എന്ന് പറയാം. ഇന്നസെൻറ്റും ഗണേഷ് കുമാറും KPSC ലളിതയും ഒരു രക്ഷയുമില്ല. അവർ ജീവിക്കുകയായിരുന്നു. അവർ മാത്രമുള്ള സീനൊക്കെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഞാൻ കണ്ടു. അവരുടെ തമാശകളൊക്കെ വളരെ റീഫ്രഷിംഗ് ആയി തോന്നി. ഇവരുടെ കോമഡിയുടെയും പാച്ചിക്കയുടെ സംവിധാനത്തിൻ്റെയും മികവ് കൊണ്ട് രക്ഷപ്പെട്ടു പോയ ഒരു സിനിമ മാത്രമാണ് മണിച്ചിത്രത്താഴ് എന്ന് എനിക്ക് 30 വർഷങ്ങൾക്ക് ശേഷമാണ് ബോധ്യമാകുന്നത്. ഈ മഹാൻ ഏതോ ഒരു അന്തംകമ്മിയാണ്. ഈ അന്തംകമ്മിക്ക് തോന്നിയ വികാരം 30 വർഷങ്ങൾക്ക് ശേഷമാണ്. സുരേഷ് ഗോപിയുടെ മുഖത്തൊരു ഭാവവും വരുന്നില്ല എന്നും മോഹൻലാലിൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളൊക്കെ ക്രിഞ്ചടിപ്പിക്കുന്നുവെന്നും പപ്പു ചെയ്ത കഥാപാത്രത്തെക്കുറിച്ച് വരെ വളരെ വിരസമായ രീതിയിൽ പറയുന്നു. അതായത് ഒരു സാധാരണയിൽ ബിലോ ആവറേജ് സിനിമയാണ് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ അന്തംകമ്മി. അത് ഈ 30 വർഷങ്ങൾക്ക് ശേഷം. കൂടാതെ ശോഭന എന്ന് പറയപ്പെടുന്ന നടി, ഈ ശോഭനയ്ക്ക് പത്മശ്രീയും ഭരത് അവാർഡും ഒക്കെ ലഭിക്കുകയുണ്ടായ ഒരു സ്ത്രീയാണ്. ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന ഒരു കലാകാരിയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും BJPക്കാരനും അടക്കമുള്ളവർ വളരെ കൃത്യമായി ഒന്നായി പറയുന്ന ഒരു വാചകമാണ്. പക്ഷേ ഇവിടെ ശ്രീ നരേന്ദ്രമോദിജിയുടെ കൂടെ നിന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം എപ്പോഴോ ശോഭന സംഘിണിയായി മാറി. അങ്ങനെ സംഘിണിയായി മാറിയ ശോഭനയെക്കുറിച്ച് 4 വർത്തമാനം പറയാതെ പോയാൽ എങ്ങനെയാണ്? അതുകൊണ്ട് ഇതാ പിടിച്ചോ, ഇവരുടെ മണിച്ചിത്രത്താഴിൽ ഇവർ കാണിക്കുന്ന മുഖം കൊണ്ട് വക്രിച്ചു കാണിക്കുന്ന രീതികളൊക്കെ ഭയാനകമാണ്. ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല. ഇങ്ങനെ ഒരു സ്ത്രീ എന്തിനാണ് അഭിനയിക്കുന്നത് എന്ന് വരെയാണ് കമ്മികൾ ചോദിക്കുന്നത്. കൂടാതെ ഡബ്ബിങ്ങിൻ്റെ ബലത്തിൽ മാത്രം രക്ഷപ്പെട്ട സിനിമ നമുക്കറിയാമല്ലോ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആരായിരുന്നു എന്ന്. ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആരാണോ ആ ആൾ കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് അതുകൊണ്ട് ആ ഡബ്ബിംഗ് വളരെ മികവുറ്റതാണ്. മാത്രമല്ല ഇതിനകത്ത് ഇന്നസെൻറ്റും KPSC ലളിതയും ഗണേഷ് കുമാറും അവർ 3 പേരും ചെയ്ത കഥാപാത്രങ്ങൾ ഗംഭീരമാണ്, തകർത്താടുകയാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇന്നസെൻറ്റും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഗണേഷ് കുമാർ കമ്മ്യൂണിസ്റ്റുകാരനല്ലെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. KPSC ലളിതയും അത്തരത്തിലൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. അവർ 3 ചെയ്ത കഥാപാത്രങ്ങൾ ജീവിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ജീവിക്കുന്ന അഭിനയം കാഴ്ചവെക്കുന്നവർ. കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ ആരെങ്കിലും മാറി ഒന്ന് ചിന്തിച്ചു പോയാൽ, അവരൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിന്നുപോയാൽ, അല്ലെങ്കിൽ BJPയെക്കുറിച്ച് 4 വാക്ക് പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ യുവമോർച്ചയെക്കുറിച്ച് RSSനെക്കുറിച്ച് എന്തെങ്കിലും നല്ല 4 വർത്തമാനം പറഞ്ഞാൽ അവരെയെല്ലാം സംഘിണികളാക്കുന്ന ഈ അന്തം കമ്മികളോട് എന്താണ് മലയാളത്തിന് പറയാനുള്ളത്? കലയെപ്പോലും ഇങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ
വെട്ടിമുറിക്കുന്ന, കീറിമുറിച്ച് പരിശോധിക്കുന്ന, പോസ്റ്റ്മോർട്ടം നടത്തുന്ന വൃത്തികെട്ട മനസ്സുള്ളവന്മാരായി മാറുകയല്ലേ ഈ അന്തം കമ്മികൾ. വേറെ ഒരു പണിയുമില്ല. നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി തേക്കങ്കാട് മൈതാനത്ത് അല്ലെങ്കിൽ തൃശ്ശൂരിൽ വന്ന് പ്രസംഗിക്കാൻ വരുന്നു. ആ പ്രസംഗം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നരേന്ദ്രമോദി എത്തുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഇവിടുത്തെ കമ്മികൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാലിളകിയത്? മഹിളകൾ ചേർന്നുകൊണ്ട്, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരു മഹിളാ സംഗമം നടത്തുന്നു. ആ മഹിളാ സംഗമ വേദിയിലടക്കം മഹിളകളെ മാത്രം, ആ സദസ്സിനെയും അല്ലെങ്കിൽ ആ വേദിയെയും ഒക്കെ മഹിളകളെ കൊണ്ട് നിറയുന്നു. അത് കണ്ടപ്പോഴും ഹാലിളകുകയാണ് ഇവിടുത്തെ ഈ അന്തം കമ്മി കൂട്ടത്തിന്. എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് എതിർക്കാൻ കഴിവുണ്ടെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള മത്സരം കാഴ്ചവെച്ച് പരാജയപ്പെടുത്തൂ BJPയെയും യുവമോർച്ചയും RSSനെയും ഒക്കെ. അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ, അതാണ് ആണത്തം. അല്ലാതെ അതിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ച് ഇങ്ങനെ വൃത്തികേട് പറയുന്നതല്ല. സഖാക്കന്മാരും സഖാത്തികൾക്കും എന്തുമാകാം. ആരെങ്കിലും ഒന്ന് RSSനെയോ BJPയെയോ കുറിച്ച് നല്ല 4 വാക്ക് പറഞ്ഞാൽ അവരെല്ലാം സംഘിണികളാവും, സംഘികളായി മാറും. അവർക്കെതിരെ പിന്നെ നാളെ മാഷാ അള്ളാ സ്റ്റിക്കർ ഒടിച്ച ഒരു ഇന്നോവ വന്ന് നിൽക്കാതിരുന്നാൽ നല്ലത്. ഇത്രയും ഗതികേടിലേക്ക് തരം താണ് പോകരുത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു അന്തം കമ്മിയും. നിങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരോഗ്യകരമായ മത്സരം നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഈ ശ്രീജിത്ത് പണിക്കർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതുകൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന പോലെ കിളിപോയ അന്തംസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മണിച്ചിത്രത്താഴിൽ നാഗവല്ലിയായിട്ട് ഈ മറിയക്കുട്ടി ചേട്ടത്തിയുടെ അഭിനയം അത്ര നന്നായില്ല. അവരുടെ സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യാൻ പോലും പറ്റിയില്ലല്ലോ. കോൺഗ്രസ്സുകാരാണ് അവർക്ക് ശബ്ദം കൊടുത്തത്. നകുലനായി വരുന്ന സുരേഷ് ഗോപി പിന്നീട് തൃശ്ശൂരിൽ വന്നു നിന്ന് മത്സരിക്കുമെന്ന് അന്നേ തന്നെ മറിയക്കുട്ടി ചേട്ടത്തിക്ക് അറിയാമായിരുന്നു പോലും. നാഗവല്ലിയുടെ റോളുണ്ടല്ലോ, അത് നമ്മുടെ ഗായത്രിക്ക് കൊടുത്തിരുന്നുവെങ്കിൽ പൊളിച്ചേനെ. ശോഭനയുടെ ക്ഷേമ പെൻഷൻ 1600 രൂപ ആക്കിയത് ഞങ്ങളുടെ സർക്കാരല്ലേ. അവരുടെ സമരം ഈ പറയുന്ന കോൺഗ്രസ് BJP പിന്തുണയോടെയാണ്. അവർക്ക് ചെന്നൈയിൽ 2 ഏക്കർ സ്ഥലമുണ്ട്. മാത്രമല്ല, എന്നിട്ടും പട്ടിണി സമരം നടത്തി അവരിവിടെ വന്നിട്ട് സർക്കാരിനെതിരെ, സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വേണമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നു, വാശി പിടിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ്. പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത സ്ത്രീ ശക്തി സംഗമത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നടി ശോഭനയ്ക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന തെറിവിളിയുടെ അഭിഷേകമാണ് സൈബർ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ശോഭനയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല, അവർ ചെയ്തത് ശരിയായില്ല എന്നുവരെ ഈ സൈബർ സഖാക്കൾ വിമർശനം നടത്തുകയാണ്. ഇടതുപക്ഷക്കാരായിട്ടുള്ള ശാരദക്കുട്ടി, സഖാവ് പ്രേംകുമാർ, മാത്രമല്ല ഇന്ത്യൻ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്ന, അതിൽ നിന്നും വിരമിച്ച നമ്മുടെ പഴയ നക്സലേറ്റ് മാധവൻകുട്ടി, റോഷൻ രവീന്ദ്രൻ എന്നിവരെല്ലാം അടച്ചാക്ഷേപിക്കുകയാണ് നടി ശോഭനയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അങ്ങനെ വലിയ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഈ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത പരിപാടിയിൽ ശോഭന മോദിയെക്കുറിച്ച് പുകഴ്ത്തി 4 വാക്ക് പറഞ്ഞു, പ്രസംഗിച്ചു പോയി. ഇതാണ് സഖാക്കളെയൊക്കെ രോഷാകുലരാക്കിയിരിക്കുന്നത്. ഒരു വനിതാ സംഗമം നടത്തുമ്പോൾ അതിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. വനിതാ സംവരണ ബിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശോഭന തൻ്റെ പ്രസംഗത്തിലൂടെ പുകഴ്ത്തുകയായിരുന്നു. നേരത്തെ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സദസ്സിലൊക്കെ ശോഭന പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്തതിനാൽ ശോഭന സഖാവാണെന്ന് കരുതിയിരിക്കുന്നതിനിടയിലാണ് സഖാക്കളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇതാ നടി ശോഭന BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ചതുമൊക്കെയാണ് സൈബർ സഖാക്കളെ ഇപ്പോൾ രോഷം കൊള്ളിച്ചിരിക്കുന്നത്. സഹിക്കില്ല ഈ അന്തം കമ്മികൾ. അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്നു നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ ജനങ്ങൾ അവിടെ ഒഴുകിയെത്തുകയായിരുന്നു. അല്ലാതെ ആരും കടമെടുത്ത് വന്നവരോ പണം കൊടുത്തെത്തിയവരോ അല്ല. അതുപോലെ തന്നെ ആ വനിതാ സംഗമത്തിൽ പങ്കെടുത്ത വനിതാ രത്നങ്ങൾ തന്നെയായിരുന്നു. അത് മറിയക്കുട്ടിയാണെങ്കിലും ശോഭനയാണെങ്കിലും ഒക്കെ. അങ്ങനെ ഒരു കൂട്ടം വനിതകളുടെ വലിയ സംഗമമായിരുന്നു. വനിതാ ബിൽ പാസാക്കിയ നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയായിരുന്നു വനിതകൾ.
അവിടെ നടി ശോഭന പങ്കെടുത്തു. നല്ല 4 വാക്ക് നരേന്ദ്രമോദിക്ക് വേണ്ടി പറഞ്ഞു. ആ വാക്ക് പറച്ചിലുകൾ ഇവിടുത്തെ അന്തം കമ്മി സഖാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ ശോഭനയെ അടക്കം അടച്ചാക്ഷേപിക്കുന്നു. ഇങ്ങനെ മാത്രം ചെയ്യാൻ കഴിയുന്ന വൃത്തികെട്ട മനസ്സിനുടമകളായി തീരുകയാണ് സോഷ്യലിസം പ്രസംഗിച്ച് നടത്തുന്ന ഈ അന്തം കമ്മി കൂട്ടങ്ങൾ. ഇതിനൊക്കെ തടയിടേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു.